ഹോർമുസ് തീരത്ത് തകർന്നു വീണ അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ സൈനികരുടെ കരുത്തുറ്റ പോരാളിയായിരുന്നു. ഏറ്റവും കരുത്തുറ്റ ആക്രമണ ഹെലികോപ്റ്ററാണ് AH-64 അപ്പാച്ചെ ഗൺഷിപ്പ്. US കരസേനയ്ക്കായി വികസിപ്പിച്ചെടുത്ത ഈ കോപ്റ്ററിന്റെ പ്രധാന ലക്ഷ്യം ശത്രുക്കളുടെ ടാങ്കുകൾ തകർക്കുക എന്നതാണ്. ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുമെന്നതാണ് പ്രത്യേകത. 1986 മുതലാണ് അപ്പാച്ചെ സേനയുടെ ഭാഗമാകുന്നത്. പിന്നീട് അമേരിക്കൻ സൈനിക വ്യോമയാന രംഗത്തെ പ്രതീകമായി മാറി. ഏറ്റവും പ്രശസ്തമായ സൈനിക ഹെലികോപ്റ്ററും അപ്പാച്ചെയാണ്. ബോയിങ് ഡിഫൻസ് ആണ് അപ്പാച്ചെ വികസിപ്പിച്ചത്. ഏറ്റവും ആധുനിക AH-64 അപ്പാച്ചെ ഗാർഡിയനാണ്. 2 പേരാണ് ഹെലികോപ്റ്ററിലുള്ളത്. പിൻസീറ്റിൽ പൈലറ്റും മുൻസീറ്റിൽ കോ പൈലറ്റും ഇരിക്കും. ആയുധ സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത് ഗണ്ണറാണ്. പ്രധാന റോട്ടറിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സെൻസർ സംവിധാനമാണ് പ്രധാന സവിശേഷത. കുന്നുകൾക്കോ മറ്റു മറകൾക്കോ പിന്നിൽ ഒളിച്ചിരുന്ന ശത്രുക്കളെ നിരീക്ഷിക്കാൻ അപ്പാച്ചയ്ക്ക് കഴിയും. ഹെലികോപ്റ്ററിന്റെ താഴെ ഘടിപ്പിച്ചിട്ടുള്ള 30 mm 230 ചെയിൻ ഗണ്ണാണ് പ്രധാന ആയുധം. മിനിറ്റിൽ 100 കണക്കിന് റൗണ്ടുകൾ ഉതിർക്കാൻ കഴിയുന്നതാണ് ഈ തോക്ക്. വാഹനങ്ങൾക്കും ശത്രു സൈനികർക്കും എതിരെ ഇത് ഫലപ്രദമായി ഉപയോഗിക്കാം. ടാങ്കുകളും സുരക്ഷിത താവളങ്ങളും തകർക്കാൻ രൂപകൽപ്പന ചെയ്ത AGM-114 ഹെൽഫയർ ഗൈഡഡ് മിസൈലുകൾ വഹിക്കാൻ സാധിക്കും. ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഹൈഡ്ര 70 റോക്കറ്റ് പോഡുകളും ഘടിപ്പിക്കാവുന്നതാണിതിന്. 2 ടാർബോ ഷാഫ്റ്റ് എഞ്ചിനുകളുടെ കരുത്തിൽ മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗം കൈവരിക്കാൻ അപ്പാച്ചയ്ക്ക് സാധിക്കും. ചെറിയ തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടകളെ ചെറുക്കാൻ കവചത്തിനാകും. ഭീഷണികൾ മുൻകൂട്ടി കണ്ടെത്താനും ശത്രു മിസൈലുകളെ പ്രതിരോധിക്കാനും സഹായിക്കുന്ന അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളും അപ്പാച്ചയിലുണ്ട്. ഗൾഫ് യുദ്ധത്തിൽ അപ്പാച്ചെ പങ്കാളിയാണ്. അഫ്ഗാനിലും ഇറാഖിലും വ്യാപകമായി ഉപയോഗിച്ചു. US പുറമെ ബ്രിട്ടൻ, ഇന്ത്യ, ജപ്പാൻ, സൗദി അറേബ്യ സേനകളും അപ്പാച്ചെ ഉപയോഗിക്കുന്നുണ്ട്.